ഹലോ ഡി എസ്. അപ്പം 2026 നമ്മുടെ ടൈം ടേബിൾ +1 +2 ടൈം ടേബിൾ അതിനകത്ത് ചേഞ്ച് ചെയ്യുവാനുള്ള സാധ്യത ഉണ്ടോ? കഴിഞ്ഞ വർഷം 2025 ഇതിന് പിറകെ നടന്ന് ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യുന്ന അവരുടെ ഓഫീസുമായൊക്കെ ബന്ധപ്പെട്ട് അവരെന്താണ് അതിനകത്ത് പറഞ്ഞത്, കാര്യങ്ങൾ ഇത്തവണ മാറുവാൻ സാധ്യത അതുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്നൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല, കഴിഞ്ഞ വർഷം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങളിപ്പം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ സിമ്പിളാക്കിയിട്ട് നമ്മൾ വീഡിയോസ് ആക്കിയിട്ട് ചെയ്യും. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് വേണം അതിനകത്ത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലോട്ടൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ എക്സാം 2026 അങ്ങോട്ട് അടിപൊളിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ നമ്മൾ ചെയ്ത ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടൊക്കെ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്ത വീഡിയോകളുടെ കമൻറ്റുകളൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത്തവണയും നമുക്ക് ആ രീതിയിൽ അങ്ങോട്ട് അടിപൊളിയാക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നമ്മളെ ആ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഇത്തവണ ടൈം ടേബിൾ മാറുമോ, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. കാരണം ഒരുപാട് കമൻറ്റുകൾ എനിക്ക് കാണാൻ സാധിച്ചു, ടൈം ടേബിൾ മാറുമോ, മാറ്റാൻ വല്ല വഴിയുമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ. എന്തായാലും എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ കാര്യങ്ങൾ പറയാം. സോ ആദ്യം നമുക്ക് +1 മാത്രമായിട്ട് ടൈം ടേബിൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ +2 മാത്രമായിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണത്, അതിനകത്ത് വലിയ ഇഷ്യൂകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പം +1 മാത്രമായിട്ട്, പക്ഷേ രണ്ടും കൂടി നോക്കുമ്പോൾ എക്സാം എഴുതുന്നവർ അല്ലെങ്കിൽ ഇപ്പം +1 +2 ഫെയിൽ ആയവർ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നവർക്കൊക്കെയാണ് ഇത് വലിയ ഒരു പ്രശ്നമായി വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം +1 ആസച്ച് നോക്കുമ്പോൾ ഇംഗ്ലീഷ് കഴിഞ്ഞ് സെക്കൻഡ് ലാംഗ്വേജ്, പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞിട്ട് അവരെ ഒരു ദിവസമേ കെമിസ്ട്രി കിട്ടുന്നുള്ളൂ. പക്ഷേ അതിന് മുന്നേ ദിവസങ്ങളുണ്ടല്ലോ. അപ്പം അത് നമുക്ക് ആദ്യമേ പ്രീ പ്ലാൻ ചെയ്ത് വെക്കാം. കെമിസ്ട്രിയുടെ ഒരു വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷേ ഇനി ബയോളജി വരുന്നുണ്ട്. ഈ കെമിസ്ട്രി കഴിഞ്ഞിട്ട് ഇപ്പം മാർച്ച് 13 കഴിഞ്ഞിട്ട് 2 ദിവസമേ കിട്ടുന്നുള്ളൂ +1 ബയോളജിക്ക്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ബയോളജി നിങ്ങൾ നേരത്തെ റെഡിയാക്കി വെക്കേണ്ടി വരും. കാരണം ബയോളജിയിൽ ഒരുപാട് ചാപ്റ്റേഴ്സും ഉണ്ടല്ലോ അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം. പിന്നെ ബയോളജി കഴിഞ്ഞിട്ട് ഒരു ദിവസമേ കിട്ടുന്നുള്ളൂ CS-കാർക്ക്. അപ്പോൾ അങ്ങനെ +1 കെമിസ്ട്രിയിൽ അതിനകത്ത് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും CS-കാർക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടെന്ന് അതിനകത്ത് പറയാൻ സാധിക്കില്ല. പക്ഷേ ബയോളജി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഇരിക്കേണ്ടി വരും. ഒരു കാര്യം. ഇനി +2 ആസച്ച് നോക്കുമ്പോൾ CS-കാർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഫിസിക്സ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം CS വരുന്നു എന്നുള്ളത്. മാത്രമല്ല കെമിസ്ട്രി കഴിഞ്ഞ ഒരു ദിവസം സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ള ഒരു ഇഷ്യൂ അതിനകത്തുണ്ട്. കെമിസ്ട്രിക്ക് പിന്നെ CS-കാർക്കാണെങ്കിൽ 2 ദിവസമേ കിട്ടുന്നുള്ളൂ. ഫിസിക്സ് ബയോ സയൻസുകാർക്കാണെങ്കിൽ 3 ദിവസം കിട്ടുന്നുണ്ട്. അപ്പം CS-കാർക്ക് ഒരു ബുദ്ധിമുട്ട് ഈ ഒരു +2 നോക്കുമ്പം അതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, അതൊക്കെയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതിന് കെമിസ്ട്രി കഴിഞ്ഞാൽ പിന്നെ ബയോളജിക്ക് ഇവിടെ 2 ദിവസമേ കിട്ടുന്നുള്ളൂ. ബയോളജി കഴിഞ്ഞാൽ ഒരു ദിവസമേ CS-കാർ കിട്ടുന്നു. ആ ഒരു കാര്യം ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ +2 ഒക്കെ അതിനകത്ത് ടൈം നല്ല രീതിയിൽ തന്നെ മാത്സ് ഒക്കെ പഠിക്കാൻ ടൈം കിട്ടുന്നുണ്ട്. മാത്സ് കഴിഞ്ഞാൽ ഇനി ബയോളജി പഠിക്കാനും ആ രീതിയിൽ ടൈം കിട്ടുന്നുണ്ട്. സോ ഇവിടെ ഫിസിക്സിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും അതിനകത്ത് ബയോളജി അവിടെ CS-കാർക്കാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ടൈം കിട്ടുന്നുണ്ട്. പിന്നെ മാത്സിനും ടൈം കിട്ടുന്നുണ്ട്. അപ്പം മാത്സ് അവിടെ പ്രശ്നം വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബയോളജി ഒന്ന് പ്രിപ്പയർ ചെയ്തിരിക്കണം. CS-കാർ ശ്രദ്ധിക്കണം. പിന്നെ +2 ആണെങ്കിലും അതിനകത്ത് ബയോളജി മാത്സ് കഴിഞ്ഞിട്ടും ബയോളജിക്ക് ടൈമുണ്ട്. പിന്നെ ഇംഗ്ലീഷ് അതിനകത്ത് ടൈമുണ്ട്. അപ്പോൾ +2കാർക്ക് അതിനകത്ത് CS-കാർ ഒന്ന് ഫിസിക്സ് കഴിഞ്ഞ ഉടനെ CS വരുന്നത് ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ കെമിസ്ട്രി നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. പക്ഷേ പ്രശ്നം 2 കൂടി എഴുതുന്നവർ ഇമ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷത്തെ +1 കെമിസ്ട്രി ടഫ് ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേർക്ക് കെമിസ്ട്രിയിൽ മാർക്ക് കുറവുണ്ട്. മാത്രമല്ല അതിനകത്ത് +2 കെമിസ്ട്രി കഴിഞ്ഞ ഉടനെ തന്നെയാണ് അതിനകത്ത് +1 കെമിസ്ട്രി വരുന്നു എന്നുള്ള ആ ഒരു ഇഷ്യൂ കൂടിയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പം +2 കെമിസ്ട്രി കഴിഞ്ഞിട്ട് +2 കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയും എല്ലാം ഉണ്ട് അതിനകത്ത്. അത്യാവശ്യം പഠിക്കാൻ നന്നായിട്ടുണ്ട്. കാരണം പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് കൂടിയാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഏറ്റവും അധികം ഫെയിൽ ആയത് +2 കെമിസ്ട്രിയിൽ തന്നെയാണ്. കാരണം എക്സാം നല്ല ഡിഫിക്കൽട്ടുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ കെമിസ്ട്രി കഴിഞ്ഞ് നോക്കൂ നിങ്ങൾ, ഇതിനകത്ത് പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് കെമിസ്ട്രി +1 കെമിസ്ട്രി ഇമ്പ്രൂവ് ചെയ്യേണ്ടവർക്ക് വരുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിൽ പലരും പറയുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, ഇമ്പ്രൂവ്മെൻറ്റുകാർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ അതിന് പിറകെ എങ്ങനെയെങ്കിലും എക്സാം ഇതിനകത്ത് ടൈം ടേബിൾ ചേഞ്ച് ചെയ്യുവാനുള്ള സാധ്യതകളുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചപ്പം ഇത് ഷെഡ്യൂൾ ചെയ്യുന്നവർ അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ച മറുപടി എന്ന് പറയുന്നത് വളരെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആലോചനകൾ നടത്തി ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഈ ഒരു കാര്യങ്ങൾ മാത്രമല്ല, മറ്റ് എക്സാമുകൾ, SLCയുടെ എക്സാം, ആളുകളുടെ ഡ്യൂട്ടി കാര്യങ്ങൾ, സ്റ്റാഫിൻ്റെ ഡ്യൂട്ടി കാര്യങ്ങൾ എല്ലാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആലോചിച്ചതിന് ശേഷമാണ് ടൈം ടേബിൾ അവർ ഷെഡ്യൂൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതിലൊരു മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാം ബുദ്ധിമുട്ടാണ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റീഷഫിൾ ചെയ്തേണ്ടത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം ടേബിൾ ഒരു മാറ്റം അതിനകത്ത് പ്രതീക്ഷിക്കേണ്ട എന്നാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ നമുക്ക് മറുപടി ലഭിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം ടേബിളിൽ ഒരു ചേഞ്ച് നമ്മൾ ഒരിക്കലും അതിനകത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീ പ്ലാൻഡ് ആവുക. ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഇപ്പം ഞാൻ പറഞ്ഞ അനുസരിച്ച് ഇമ്പ്രൂവ്മെൻറ്റുകാർക്കാണെങ്കിൽ കെമിസ്ട്രി, അതുപോലെ ഓരോ സബ്ജക്റ്റുകൾ +2 +1 ഒക്കെ ഏതൊക്കെയാണ് അതിനകത്ത് അടുത്തടുത്ത് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, ആ രീതിയിൽ നിങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പം അങ്ങനെ അതിനകത്ത് പ്രീ പ്ലാൻഡ് ആവുക എന്നതിനപ്പുറം ടൈം ടേബിൾ മാറ്റുവാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല. അപ്പം നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങൾ ഏത് ടോപ്പിക് ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒക്കെ ഡിഫിക്കൽട്ട് ഉള്ളതൊക്കെ ഉണ്ടാവും, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫിസിക്സ് +2 ഫിസിക്സ് ഒക്കെ നല്ല ടഫാണ്, ഡെറിവേഷൻസ് കാര്യങ്ങൾ. അപ്പം അതൊക്കെ നിങ്ങൾക്ക് സിമ്പിളാക്കിയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വർഷം ഒക്കെ നമ്മൾ അതിനകത്ത് ചെറിയൊരു ചാനലാണ്, ഒരു പുതിയ ചാനലാണ്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഈ കഴിഞ്ഞ വർഷം നമ്മളതിനകത്ത് ഒരുപാട് സപ്പോർട്ട് കിട്ടിയതുകൊണ്ടാണ് ഈ ഒരു ലെവലിലോട്ട് നമ്മൾ എത്തിയത്. ഇനിയും മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അതിനകത്ത് വേണം. എന്തായാലും നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോകളുമായിട്ട് അപ്പോൾ നിങ്ങളത് കമൻറ്റ് ചെയ്തോളൂ, ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.